സ്കോക്ക് പ്രകമ്പനം കണ്ടോ നീയൻ പ്രകമ്പനം കിട്ടിലോസ്കി പടം. അതായത് ഇതിൻ്റെ ജോൺറ എന്ന് പറയുന്നത് ഹൊറർ കോമഡിയാണ്. ഹൊറർ കോമഡിയിൽ കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെ വൻ ഹിറ്റായ സിനിമകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പണ്ണി വെച്ചിരിക്കുന്ന പണ്ണല്ല, അന്യായം എല്ലാവരും വിജേഷ് പാണത്തൂർ കാസർഗോഡ് ഇറങ്ങടാ. അതായത് കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വൻ പൊളി ഡയറക്ടർ കൂടെ വിജേഷ് പാണത്തൂർ. അതുപോലെ ശ്രീഹരി വടക്കണ്ട റൈറ്റർ, കീടിലൻ റൈറ്റർ. അതായത് ഇത്രയും സെൻസുള്ള ഹ്യൂമർ സെൻസുള്ള സിറ്റ്കോം ഇത്രയും കിടലനായിട്ട് എഴുതിയിട്ടുള്ള അത്രയും ക്യാരക്ടേഴ്സിന് കൊടുത്ത നെയിംസ് പോലും, അതുപോലെ കണ്ടംപററി സിറ്റുവേഷൻസും സിനാരിയോസൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യാതെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നൈസായിട്ട് പാർട്ടീനെ വരെ സഖാക്കളെ വരെ നിർത്തി ട്രോളുന്നുണ്ട്. പക്ഷേ നല്ല രസമാണ്. കാരണം അതുപോലെയാണ് ഫുൾ റൈറ്റിംഗ്. ഡയലോഗ്സ് ഒരു രക്ഷയില്ല, അതുപോലത്തെ ഡയലോഗ്സ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. പിന്നെ പെർഫോമൻസസ്, എല്ലാ ക്യാരക്ടേഴ്സും കാസ്റ്റിങ്ങും എല്ലാവരും നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സിനിമ. 2 മണിക്കൂർ 6 മിനിറ്റ് കണ്ട സിനിമ. നല്ല രസത്തിൽ ആൾക്കാർ, ഐ വാസ് നോട്ട് അലോൺ, ആൾക്കാർ ചിരിച്ചിട്ട് ചെറിയ ആൾക്കാർ സീനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചില ട്രാൻസിഷനിൽ ചില ബ്രേക്കൊക്കെ വരുമല്ലോ, സൈലൻസ് വരില്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ചിരിക്കുന്നത്? അതിൻ്റെ തൊട്ട മുമ്പിലത്തെ സീനിലെ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതിങ്ങനെ ഒരു ട്രാൻസെൻഡൻ്റലായിട്ട് ഇങ്ങനെ കടന്നു പോവുക ചിരി. അത് എൻ്റെ ഇടവുമല, ഞാൻ എടുത്ത കാലത്ത് ഇങ്ങനെ കണ്ടില്ല. എൻ്റെ ഇടവുമല ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കുക, ഞാനും ചിരിക്കുക. അത് ചിരി നിർത്താൻ പറ്റണം. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, എൻ്റെ കൂടെ ഉണ്ടായുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അന്യായ പണ്ണല്ലേ. അതായത് ഇതിലെ DOP എഡിറ്റർ സൂരജാണ് എഡിറ്റർ, ആൽബിയാണ് DOP. ആൽബിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ്. കാരണം ഇതിൽ കുറേ ഇൻറ്റീരിയർ സീൻസ് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് പുള്ളി മറ്റേ ഇതൊക്കെ മമ്മൂക്കയുടെ ഗ്യാങ്സ്റ്ററൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത്രയും കിട്ടുന്ന സിനിമോഗ്രാഫറാണ്. പക്ഷേ പുള്ളി പല പടങ്ങളിലും മിഡായിട്ട് വർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ അതല്ല, പുള്ളിയുടെ കിടലം വർക്ക്, സൂരജിൻ്റെ കിടലം വർക്ക്, ബിബിൻ അശോകിൻ്റെ മ്യൂസിക്, അതായത് കിട്ടലം പാട്ടുകൾ, അതിൻ്റെ ലിറിക്സ് കിട്ടലൻ. ലാസ്റ്റ് ചൊറ്റാനിക്കരയിൽ വാണ്യനെ നമസ്തുതേ, അതിൻ്റെ ഒരു ടോണാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീമിക്സ് ചെയ്തിട്ട് ക്ലൈമാക്സിലൊക്കെ ബിബിൻ്റെ പൊളിക്കൽ. ബിബിൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഏതോ സിനിമയിൽ വളരെ മോശം മ്യൂസിക് ചെയ്തത് ഞാൻ തന്നെ കണ്ട. ഈസ് ആക്ച്വലി ട്രൂലി അണ്ടർ റേറ്റഡ് ഒന്നും പറയുന്നില്ല, ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് ബിബിൻ പല സിനിമകളും ചെയ്ത ഒരു സുഷിൻ ശ്യാം ബി അല്ലെങ്കിൽ സുഷിൻ ശ്യാം ലൈറ്റ് എന്ന് പറയും ബിബിൻ അശോകന്. അന്യായ മ്യൂസിക്. ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബിബിൻ അല്ല, ശങ്കർ ശർമ്മയാണ്. പൊളിസാനം. കൊട്ടിക്കണ്ട സ്ഥലത്ത് പട്ടപ്പട്ട കൊടുക്കലും അല്ലാത്ത കോമഡി സീൻസിൽ അങ്ങനെ ഭയങ്കര കിടയായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് എടുത്തു പറയണം, പ്രൊഡക്ഷൻ ഡിസൈൻ. കാരണം നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും ഈ മഹാരാജാസിലെ ഹോസ്റ്റലും അതൊക്കെ ഹോസ്റ്റലിനകത്തുണ്ടാവുന്ന പ്രോപ്പർട്ടീസും സാധനങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര നൈസായിട്ട് കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ കുറേ ഹൊറർ ഉണ്ടാക്കുന്ന കുറേ ഇൻറ്റീരിയർ സാധനങ്ങളുണ്ട്, അതും കിട്ടുമായിട്ട് ആർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൃഷ്ണമോഹനാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിടിലം പരിപാടി. പിന്നെ ഓഫ് കോഴ്സ് ആസ് ഓൾവേസ് MR രാജാകൃഷ്ണൻ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ആത്മോസ് കടന്ന് പടയ്ക്കേണ്ട സ്ഥലത്ത് പടച്ചിട്ടും കറക്കേണ്ട സ്ഥലത്ത് കറക്കിയിട്ടും 360 മൊത്തം പരിപാടി സെറ്റാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്ദി മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, എന്തോ. പിന്നെ പോൺഹബിന് നന്ദിയുണ്ട്. പോൺഹബല്ല, പ്രോഹബാണ്. അപ്പോൾ അങ്ങനെ നന്ദി കാണിച്ച് തുണിയുള്ള പടം. ഇതിൽ മല്ലിക സുകുമാരൻ ചെയ്ത കഥാപാത്രം, ചെമ്പകത്തു വീട്ടിൽ ചെമ്പകത്തമ്മ, അന്യായ ക്യാരക്ടർ. അത് മല്ലിക സുകുമാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഈവൻ ഇൻ ഡബ്ബിങ്, അത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാരക്ടർ സോപ്പിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ക്യാരക്ടർ സോപ്പിങ്ങിൽ പോലും അവരുടെ ഡബ്ബിങ്. പക്ഷേ ഞാൻ ഈ ബുക്ക് മൈ ഷോയിൽ എവിടെയും മല്ലിക സുകുമാരൻ്റെ പേര് കണ്ടിട്ടില്ല. ദാറ്റ്സ് ടു ബാഡ്. അതിനി അവർ ഹൈഡ് ചെയ്ത് വെച്ചാണ് എന്താ അറിയില്ല. മല്ലിക സുകുമാരൻ്റെ പേര് മെയിനായിട്ട് കൊടുക്കണം. അവർ പടത്തെ താങ്ങി നിർത്തിയ നിർത്തൽ, കാരണം അതുപോലത്തെ കൊളായി പോകുന്ന ക്യാരക്ടറാണ്. അത് ഒട്ടും ക്രിഞ്ചടിപ്പിക്കാതെ, ഒട്ടും വിയേഡല്ലാതെ അതിഗംഭീരമായിട്ടാണ്
അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ലൊക്കാലിറ്റി, ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ സ്ലാങ് കറക്റ്റായിട്ട്, എസ്പെഷ്യലി ഗണപതിയൊക്കെ ത്രൂ ഔട്ട് കണ്ണൂർ സ്ലാങ് പക്കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിക സുകുമാരൻ്റെ ഫാമിലി, ഈ ചെമ്പകത്തമ്മയുടെ ഫാമിലിയിലുള്ളത് മക്കളായിട്ട് നമ്മുടെ ലേറ്റ് നവാസ് കലാഭവൻ. പുള്ളി ഈ റോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നല്ല കിടലൻ ആക്ടറാണ്. പുള്ളിയെന്ന് വേണ്ട വിധത്തിൽ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടപ്പോൾ. പിന്നെ അസീസ് നെടുമങ്ങാട്, കിടലൻ പെർഫോമൻസ്. അസീസ് നെടുമങ്ങാട് കിടലൻ നടനാണ്. പിന്നെ ആ വീട്ടിൽ തന്നെയാണ് ഗണപതി ചെയ്ത കഥാപാത്രം. പിന്നെ നമ്മുടെ പി കുഞ്ഞികൃഷ്ണൻ, കാസർഗോഡ് യൂണിവേഴ്സിറ്റി, പുള്ളി ആസ് ഓൾവേസ്. പുള്ളിയുടെ കഥാപാത്രം കുറച്ച് പെക്യുലറായിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ഈ ഒരു വീട്, അവിടെ ഈ മല്ലിക സുകുമാരൻ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വൻ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം മക്കൾ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ല, അവർക്ക് ഒരു ചടങ്ങിനൊന്നും വിശ്വാസമില്ല. നവാസിനും പിന്നെ നമ്മുടെ അസീസിൻ്റെ ക്യാരക്ടറിനും. അതുകൊണ്ടെങ്കിൽ നവാസിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ടിപ്പിക്കൽ കണ്ണൂർ സഖാക്കളുടെ ഹെയർ സ്റ്റൈൽ. അതായത് ഗോവിന്ദൻ മാഷ്, പിണറായി സഖാവ്, നമ്മുടെ ലേറ്റ് കുഞ്ഞനന്ദ സഖാവ്, ആ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പറ്റിച്ച് ചെയ്യുന്ന കറക്റ്റ് ഹെയർ സ്റ്റൈൽ നവാസിന്. അതായത് ഇവരത്രയും ഒബ്സർവ് ചെയ്ത് അത്രയും കിടലായിട്ട് പണിയെടുത്തുള്ള സിനിമയാണ്. അത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരുടെ ഡയലോഗ്സിലൊക്കെ വരെ. അപ്പം ഇവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കറണ്ടില്ല. അപ്പം ചോദിക്കാം കറണ്ട് കേട്ടോ. അപ്പോൾ അസീസ് ചോദിക്കുക നമ്മൾ ഇരിക്കുമ്പോഴും. അതായത് ഒരേ സമയം ട്രോളിങ് ചെയ്യുന്നുണ്ട്, അതേസമയം അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട്. പിന്നെ അന്ധവിശ്വാസത്തെ കളിയാക്കുന്നത്, അതായത് ഈ മറ്റേ കൊടുക്ക വെക്കുമല്ലോ, ബലി, ഇത് വെച്ചിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകില്ല, ഇപ്പോൾ പൂച്ച വന്നിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കോമഡിയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമയിൽ ഫുള്ള് പറയാനുണ്ടാവും. അപ്പോൾ അറിയാം ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു പട്ടിണി എടുക്കുമ്പോഴാണ് ചത്തോർക്ക് ചോറ് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ. ഡയലോഗ്സ് ഭയങ്കര പൊളിയാണ്. അങ്ങനെ ഇവരെ കഥാപാത്രങ്ങൾ. പിന്നെ മഹാരാജാസ്, ഞാൻ പറഞ്ഞില്ലേ, മഹാരാജാസിൽ സ്ഥിരം SFI എന്ന് പറയാൻ പറ്റില്ല, SFK, KSUക്ക് പകരം DSU, ABVPക്ക് പകരം AJVP, അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ പറയല്ലേ, മഹാരാജാസിൻ്റെ ഒരു ഹോസ്റ്റൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജാസിനകത്ത് വലി, കുടി, വെടി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവർ പറയാതെ പറയുന്നോ, അല്ല മഹാരാജാസിനെ അങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ മഹാരാജാസ് തന്നെ പേരിനെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ അവിടെയാണ് ഇവർ പഠിക്കുന്നത്. ഗണപതിയുടെ ക്യാരക്ടർ സാഗർ സൂര്യ, അല്ലമീൻ, അപ്പോൾ ഇവരാണ് മെയിനായിട്ട്. പിന്നെ നമ്മളെ സുബിൻ ടാർസൻ മറ്റേ KSU ആണ്, അതായത് DSU. ഇവരൊക്കെ സഹാക്കൾ SFK, പടത്തിൽ SFK. അപ്പോൾ ഇതാണ് പടത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ മെയിൻ പ്ലോട്ട്, ഇതൊന്നുമല്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ് മാത്രം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായി ഈ ഹോസ്റ്റലിലെ പരിപാടി. ഇവരെ വെള്ളവണ്ടി, മറ്റേ പ്രശാന്ത് അലക്സാണ്ടറൊക്കെ ഉണ്ട്, പുള്ളിയുടെ പരിപാടി. ശീതൽ ജോസഫ് ഇതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. മറ്റേ ഡീലുലുവിന് ശേഷം അതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ട് പക്ഷേ നല്ല പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു നടിയ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാൽജോസ് ഇതിൽ അച്ഛനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാരാജസിനെ ബേസ് ചെയ്തിട്ട്, ഒരു ക്യാമ്പസിനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഇലക്ഷൻ പരിപാടി ഇതിലേക്ക് വന്നിട്ട്, പിന്നെ ഇത് റൈറ്റിങ്ങിന് ഇവർ എവിടെ നിന്ന് കൊണ്ടുവന്ന് നോക്കണം. കണ്ണൂരിലുള്ള ഒരു കുഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവരിവിടെ കൊച്ചിയിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ചെയ്ത്, എന്നിട്ട് പിന്നെ അവർ ഈ ഒരു ഹൊറർ കോമഡിയിലേക്ക് എങ്ങനെ ആ ട്രാൻസിഷൻ നടത്തി, ആ റൈറ്റിങ്ങിൽ നടത്തിയ ആ ഒരു പരിപാടി, അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ബ്രില്യൻറ്റ്, ട്രൂലി ബ്രില്യൻറ്റ്. അതിൽ തന്നെ ഹൊറർ സാധനം അല്ല ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഹൊറർ കോമഡിയാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ സാഗർ സൂര്യ, ലവ് യു മാൻ, ലവ് യു. സാഗർ സൂര്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേത് ചെയ്യും, ഡോണും ചെയ്യും, ഡോൺ സബാസ്റ്റിന് ഞാൻ ചെയ്യും, ഞാൻ പുണ്യാളനും ചെയ്യും. ഇതിൽ സാഗർ സൂര്യയുടെ കാരൻ്റെ പേര് പുണ്യാളൻ എന്നാണ്. അതായത് റേഞ്ച് ഓഫ് ആക്ടിങ്. സാഗർ സൂര്യ കുരുതിയിലേ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പുള്ളിക്ക് ആ സാധനം പറ്റും, ഡോൺ സബാസ്റ്റ്യൻ പറ്റും. പക്ഷേ ഇതിൽ ചെയ്ത് വെച്ച നിങ്ങൾ സാധനം കാണണം. അതായത് ഈ ക്യാരക്ടർ സോപ്പ് വന്നിട്ട് സാഗർ സൂര്യയുടെ, അതായത് ആ സിറ്റുവേഷണൽ കോമഡിക്കകത്ത് സംഭവിക്കുന്നത്, അത് നമ്മൾ ഒന്നും ചെയ്യണ്ട, അത് പുള്ളി പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴേ ചിരി വരും. ചിരി നിർത്താൻ പറ്റണ്ടേ? അതുപോലത്തെ സെറ്റിങ്ങല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് റൈറ്റിങ്ങിൽ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ എന്ത് കാണിച്ചാലും കോമഡിയാണ്.
പിന്നെ കൂടെയുള്ള ആക്ടേഴ്സ് ഗണപതി ഒന്നും ഒരു ഈഗോ അല്ലാതാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗണപതി സംഭവം സാഗറിനേക്കാളും കുറച്ചും കൂടെ വാല്യൂ ഉള്ള നടനാണല്ലോ. പക്ഷേ സാഗറിന് വിട്ടുകൊടുത്ത പരിപാടി ഗണപതി കൂടെ നിൽക്കുക, അതാണ് ഹാറ്റ്സ് ഓഫ് ഗണപതി. അപ്പോൾ അതാണ് ഗണു. സനേഷ് ഗിന്നസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കേട്ടോ, കിട്ടിലം പരിപാടി, അന്യായം. സനേഷ് ഗിന്നസ് ആ ക്യാരക്ടറും കണ്ണൂരുള്ള സ്ഥിരം ഒരു ബോംബോളി കക്ഷിയായിട്ടാണ് പുള്ളിയെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറയുക, കുറേ വയസ്സന്മാരെ കാണുമ്പോൾ പറയുകയാണ് കാലൻ ഇവിടെ തന്നെ ഉണ്ട്, വേം വിട്ടോ, മരിക്കാതെ ഒളിച്ചിരിക്കുന്നത് പറയാം. അങ്ങനെ ത്രൂ ഔട്ട് പുള്ളിയുടെ അത് ക്ലൈമാക്സിലൊക്കെ പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്. സ്ഥിരമുള്ള ഓജോ ബോർഡ് ക്ലീഷെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അതായത് എല്ലാ ഹോസ്റ്റലിലും ഓജോ ബോർഡ് പരിപാടിയുണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷ് ഗോപാൽ എലോട്ടൂത്ത് പുള്ളിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റേഴ്സ്, പുള്ളി ഒരു ജ്യൂസ് ആൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ടാസ്കൊക്കെ അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അല്ലമീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരോട് കട്ടയ്ക്കുന്നുണ്ട് ഗണപതിയുടെയും സാഗറിൻ്റെയും കൂടെ. പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്, പൊട്ടനടിച്ച ലോട്ടറി നിൻ്റെ അച്ചമ്മ കയറുന്നൊക്കെ പറയുന്ന പുള്ളിയും ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഷിൻഷാൻ വരുന്നുണ്ട്, വേറെ സ്ത്രീയുണ്ട് അവരെ ഭാര്യയായിട്ട് ലാസ്റ്റ്. പിന്നെ രാജേഷ് മാധവൻ കാസർഗോഡ് യൂണിവേഴ്സിറ്റി, പുള്ളിയുടെ സോണാണ്, പുള്ളിയുടെ ഏരിയയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഈ ബാധ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു ക്യാരക്ടർ, റഷ്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റാൻസ്ലോവ്സ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള ക്യാരക്ടർ. രാജേഷ് മാധവൻ്റെ പരിപാടിയാണത്, ആ പുള്ളി കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് സുരേഷ് ഒരു പട്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ജോണ്ടറിൽ ഹൊറർ കോമഡിയിൽ കോമഡി വർക്കൗട്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതായത് ഒന്ന് അങ്ങോട്ടോ പാളിപ്പോയി കഴിഞ്ഞാൽ വൻ ക്രിഞ്ച്, വൻ അസഹനീയ പരിപാടിയായി പോകും. അപ്പോൾ അതിൽ ഇത്ര എക്സലായിട്ടുള്ളൊരു സിനിമ അത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആ ഹൊററും കോമഡിയുടെ കണക്ട് ചെയ്തത്, അതിൻ്റെ റൈറ്റിങ്, ഡയറക്ഷൻ, പരിപാടി മൊത്തത്തിൽ ഐ ട്രൂലി എൻജോയ്ഡ് എ ലോട്ട്. അതുപോലത്തെ ഒരു കിടിലം പരിപാടി.